وكان الحسن البصري رحمه الله تعالى يقول മഹാൻ പറയുന്നു എന്താ പറയുന്നത് ലൗലൽ ഫഖറു വലൽ മറളു വൽ മൗതു ഈ മൂന്ന് കാര്യം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ദരിദ്രം രോഗം മരണം ഇത് മൂന്നും ഇല്ലായിരുന്നുവെങ്കിൽ മാ ഇബ്നു ആദമ റഅസു മിൻ ശിദ്ദത്തിൽ കിബർ മനുഷ്യൻ ഒരിക്കലും തല താഴ്ത്തി പോകില്ല അവന്റെ അഹങ്കാരത്തിന്റെ ഗൗരവത്താൽ ഇത് മൂന്നും ഉള്ളത് കൊണ്ട് മനുഷ്യന് കുറെ ഗൗരവം കുറവാണ് അഹങ്കാരം അപ്പൊ തല താഴ്ത്തുക ചെയ്യും ഇത് മൂന്നും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അനന്തകാല ജീവിതം ഉള്ളൂ എങ്കിൽ എല്ലാവർക്കും സുഖിക്കുകയാണെങ്കിൽ മനുഷ്യന് അഹങ്കാരം കൂടിയിട്ട് അവന്റെ തല ഒരിക്കലും താഴ്ത്താ നടക്കുമായിരുന്നു എന്നാണ് ആ മരണം വേണം രോഗം വേണം ദരിദ്രവും വേണം പിന്നെ ഇതൊക്കെ ഉള്ളതോടുകൂടി തന്നെ അവൻ തെറ്റുകുറ്റങ്ങളും മേൽ ചാടി വീഴുന്നു ഇല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായിട്ടോ അപ്പോഴും ഒരു പേടിയൊന്നും ഇല്ല മനുഷ്യൻ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഖദ് ശക്കൽ അഹ്നഫു ബിൻ ഖൈസ് റഹിമഹുല്ലാഹു തആല വജഅ ലർസിലി അമ്മിഹി അഹ്നഫി എന്നവർ തന്റെ എളാപ്പയോട് ഒരിക്കൽ തന്റെ പല്ലുവേദന അന്യായം പറഞ്ഞു നല്ല വേദന ഉണ്ട് എന്താ ഞാൻ കാട്ടുക അതിന്റെ അന്യായമായി ചെന്ന് പറഞ്ഞു ഫഖാലഹു അപ്പോ എളാപ്പ അഹ്നഫിനോട് പറയാണ് യാ അഹ്നഫേ അറാക തസ്കു വജഅ ലർസിക മിൻ ലൈലത്തിൻ വാഹിദത്തിൻ ഒരൊറ്റ രാത്രിയിൽ നിനക്ക് പല്ലുവേദന ഉണ്ടായി ആ ഒരൊറ്റ രാത്രിയിലെ പല്ലുവേദനയാണ് നീ ഇപ്പോൾ അന്യായം പറയുന്നത് എന്നാ ഈ കാര്യം മനസ്സിലാക്കും വല്ലാഹി ഇന്നലി ബിദാലിക നഹ്വ 30 സന നീ പറയുന്ന ഈ പല്ലുവേദന എനിക്ക് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് 30 വർഷമായി അള്ളാഹുവിനെ തന്നെയാണ് സത്യം മാ അളുന്നു അന്ന അഹദൻ ശഅറ ബിദാലിക വൈറുക 30 വർഷക്കാലം എനിക്ക് ഈ പല്ലുവേദന ഉള്ള കാര്യം ഇപ്പൊ നീ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ വേറെ ഒരാളും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ധരിച്ചു വെക്കുന്നു അപ്പൊ ആരോടും മിണ്ടിയിട്ടില്ല 30 വർഷക്കാലത്തോളം പല്ലുവേദന അനുഭവിച്ച് സഹിച്ച ആ മഹാനോടാണ് അഹ്നഫ് ചെന്നിട്ട് ഒറ്റ രാത്രിയിലെ പല്ലുവേദന ആവലാതി പറഞ്ഞത് അപ്പോഴാണ് അഹ്നഫിന് മനസ്സിലായത് എളാപ്പ 30 വർഷക്കാലം പല്ലുവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ക്ഷമ എത്രയാണ് وكان أبو سليمان الداراني رحمه الله تعالى يقول അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹു തആല മഹാൻ പറയുന്നു മർറ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യൗമൻ ബിറജുലിൻ ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം ഒരാളുടെ അരികിൽ കൂടെ നടന്നുപോയി അത് ഖറഖത്തി സിബാഉ ബത്നു വനഹശത്ത് ലഹമഹു അങ്ങനെ ഒരു പിടിമൃഗം എന്ന് പറഞ്ഞാൽ ഒരു പുലിയാവാം അല്ലെങ്കിൽ കരടിയാവാം സിംഹമാവാം എന്തോ ആവട്ടെ അദ്ദേഹത്തിന്റെ വയറൊക്കെ ഇവിടെ കടിച്ചു കീറി പുറത്ത് കിട്ടിക്കണ് മാംസമാകെ പിച്ച് ചിരി ചിതറിട്ടിക്കണ് അപ്പൊ അറബഹു മൂസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനെ പറ്റി അറിഞ്ഞു അപ്പൊ വഖഫ അലൈഹി എന്നിട്ട് ആ മനുഷ്യന്റെ അരികിൽ മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്നു എന്നിട്ട് വഖാല മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ് യാ റബ്ബി ഇന്നഹു കാന മുത്തിഅൻ ലക ഫമാദല്ലദീ അറാ പടച്ചവനെ ഈ മനുഷ്യൻ നിനക്ക് അനുസരിക്കുന്നവനാണ് എങ്കിൽ എന്താണ് ഞാൻ ഈ കണ്ടത് റബ്ബേ അത് പറ എന്താണ് ഞാൻ ഈ കാണുന്നത് അപ്പോഴാണ് അല്ലാഹു ഇലൈഹി യാ മൂസ മൂസേ എന്ന് വിളിച്ചുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിലേക്ക് അല്ലാഹു തആല ദിവ്യ സന്ദേശം അയക്കുന്നത് എന്ത് ഇന്നഹു സഅലനി ദർജതൻ ലം യുബ്ഗഹാ ബിഅമലിഹി അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ട് ചെയ്തിട്ട് എത്താൻ കഴിയാത്ത പ്രതിഫലം ഒരു ദർജ ഒരു ഉയർച്ച എനിക്കിനി നൽകണേ അല്ലാ എന്ന് എന്നോട് അയാൾ ചോദിച്ചിട്ടുണ്ട് അമല് ചെയ്താൽ അത് കിട്ടൂല അമല് ചെയ്താൽ അവിടേക്ക് എത്താൻ കഴിയാത്ത അത്ര വലിയൊരു ദർജ അല്ലാഹുവിനോട് ഈ അടിമ ചോദിച്ചു പോയി അങ്ങനെ വന്നപ്പോ അപ്പൊ ഞാൻ അദ്ദേഹത്തെ എന്തായി പരീക്ഷിച്ചു എന്തിന് വലിയ തിൽക്കൽ ദർജത്ത് അദ്ദേഹം ചോദിച്ച ആ പദവിയേക്ക് അദ്ദേഹത്തെ ഞാൻ എത്തിക്കണം
അത് എത്തിക്കണമെങ്കിൽ ക്ഷമിക്കണം, അതിന് പരീക്ഷണം നടത്തണം. അപ്പൊ ഞാൻ പരീക്ഷിച്ചു പോകും. അപ്പൊ അദ്ദേഹത്തെ ഞാൻ നല്ലോണം പരീക്ഷിച്ചു കൊടുത്തു. وقد كان كعب الأحبار رضي الله تعالى عنه يقول മഹാനായ കഅബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മൻ ശകാ മുസീബതൻ നസലത് ബിഹി ഇലാ ഗൈരില്ലാഹി തആല, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയതായിരിക്കുന്ന വിപത്തിറങ്ങിയപ്പോൾ ഈ വിപത്തിനെ കുറിച്ച് അന്യായം പറഞ്ഞത് ആരോടാ? അല്ലാഹുവിനോടല്ല, വേറെ ഒരാളോട് ചെന്നിട്ട് പറഞ്ഞു, പടച്ച എന്താണ് മനുഷ്യ, ഞാൻ പ്രയാസത്തിലാണ്, എനിക്ക് രോഗമുണ്ട്, പല്ലുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ട് എന്നിത്യാദി അന്യായം ഒരാൾ പറഞ്ഞാൽ ലം യജിദ് ലിൽ ഇബാദത്തി ബഅദ ദാലിക ഹലാവതൻ, അതിന്റെ ശേഷം ഒരു ഇബാദത്തിന് ഒരു രസവും മധുരവും കിട്ടില്ല. അപ്പൊ ഇബാദത്തിന് രസവും മധുരം കിട്ടണമെങ്കിൽ ആരോടെന്ന് പറയരുത്, അന്യായം പറയാൻ നിൽക്കരുത്. ഹത്താ യതൂബല്ലാഹു അലൈഹി, അല്ലാഹു തആല അവന് തോബ സ്വീകരിക്കുന്നത് വരെ ഒരു കിട്ടൂല. അപ്പൊ തോബ ചെയ്യണം, അത് പറയാൻ പാടില്ല എല്ലാവരോടും ഇങ്ങനെ, ഞാൻ രോഗിയാണ് മറ്റതാണെന്ന് പറയരുത് എന്ന്. وكان وهب بن منبه رحمه الله تعالى يقول, മഹാൻ പറയുന്നു, أوحى الله تعالى إلى العزيز عليه السلام ഉസൈർ എന്ന് പറയുന്നത് പ്രവാചകനാണോ വലിയ തർക്കമുണ്ട്. പ്രവാചകനായിട്ടുള്ള അലൈഹി സ്വലാം പറഞ്ഞു, ഉസൈർ എന്നവരിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. എന്ത്? ഇദാ നസലത്ത് ബിക ബലിയത്തുൻ, ഉസൈറെ നിങ്ങളിലെങ്ങാനും വല്ല പരീക്ഷണം ഇറങ്ങിയാൽ ഫഹ്ദർ അൻ തശ്കുവനി ഇലാ ഖൽഖി, നിങ്ങൾ എന്നോട് പറയേണ്ട അന്യായം വിട്ടിട്ട് നിങ്ങൾ എന്റെ ഖൽഖിലേക്കാണ് ആ അന്യായത്തെ. അപ്പൊ നിങ്ങൾ എന്നോട് പറയേണ്ട അന്യായം മറ്റൊരാൾ പറയുന്ന കാര്യം സൂക്ഷിച്ചോളി, എന്നോട് പറയേണ്ടത്. എന്നോട് അന്യായം പറയാതെ മറ്റൊരാളിലേക്ക് പറയും സൂക്ഷിച്ചോളി എന്ന് പറഞ്ഞു. ആമിൽനി, നിങ്ങൾ എന്നോട് പെരുമാറുക, കമാ ആമിലുക്ക, ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറുന്നത് അതേ രീതി നിങ്ങൾ എന്നോട് പെരുമാറുക. കമാ ലാ അശ്കു ഇലാ മലായികത്തി, അപ്പൊ കമാ ലാ അശ്കുക, ഞാൻ നിങ്ങളെ പറ്റി അന്യായം പറയുന്നില്ലല്ലോ, ഇലാ മലായികത്തി, എന്റെ മലക്കളിലേക്ക് ഞാൻ നിങ്ങളെ പറ്റി അന്യായം പറയുന്നില്ലല്ലോ. ഇതാ സൈദ ഇലയ്യ അമലുക്കൽ ഖബീർ കദാലിക, അതേപോയപ്പോ നിങ്ങളുടെ മോശമായ അമല് എന്റെ അടുത്തേക്ക് കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ ഞാൻ നിങ്ങൾ മോശക്കാരനാണെന്നും പറഞ്ഞ് മലായികത്തിലേക്ക് ഞാൻ അന്യായം പറയലില്ല. അപ്പൊ ആ നിലപാട് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളല്ല പരീക്ഷിച്ചു, അവ ക്ഷമിക്കണം, സഹിക്കണം, അന്യായം പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് വല്ല മുസീബത്തും നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, വല്ല ആഫത്തും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്നോടാണ് നിങ്ങൾ അന്യായം പറയുന്നത്, എന്നോട് പറയാതെ എന്നെ നിങ്ങൾ കൊണ്ട് എന്റെ സൃഷ്ടികളിലേക്ക് അന്യായം ഒരിക്കലും പറയാൻ പറ്റുകയില്ല എന്നാണ്. വഖദ് ബലഗനി അന്നഹു അല്ലാഹു തആല ജമീഅ മാലി അയ്യൂബി അലൈഹിസ്സലാം ദഖല ബൈതുഹു, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സർവ്വസമ്പത്തും അല്ലാഹു തആല നശിപ്പിച്ചപ്പോൾ ദഖല ബൈതുഹു വനസഅ സിയാബഹു, തന്റെ വീട്ടിലേക്ക് കയറി കടന്നു, എന്നെ ചെന്നു, വസ്ത്രം മൂരി വെച്ചു. എന്നിട്ട് വഖാല, മഹാൻ പറയുന്നു, ഹാക്കദാ, ഇതുപോലെ ഖറജതു ഇല ദുനിയ, ഒന്നുമില്ലാതെ ദുനിയാവിലേക്ക് ഞാൻ വന്നത്, ഫഖദാ അഖ്റുജു മിന്ന, അതേപോലെ ഒന്നുമില്ലാതെ ഞാൻ ദുനിയാവിന് പുറത്തും പോകുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇതാണ് വേണ്ടത്, ഈ ഒരു വിവരം എനിക്ക് കിട്ടി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. വഖദ് ഔഹല്ലാഹു ഇലാ ദാവൂദ അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല ദിവ്യ സന്ദേശം നൽകി. തീർച്ചയായും എന്ത്? യാ ദാവൂദു ഇസ്ബിർ അൽ മുഅ്മിനത്തി തഅതീക മിനല്ലാഹിൽ മഅൂനതു, ദാവൂദേ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളിങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിനൊക്കെ ക്ഷമ വേണം, അതങ്ങനെ കഴിയും, നടന്നോട്ടെ. അവ ചെലവഴിക്കുന്നതിന് നിങ്ങൾ ക്ഷമിച്ചോളൂ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ക്ഷമയുണ്ടോ അവിടെ സഹായമുണ്ട്. وقد كان عمر بن عبد العزيز رحمه الله تعالى يقول, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലൗ കാനത്തി ദുനിയ നഈമൻ ലാ ഖദറ ലകാനത് ഹിയൽ ജന്നത, ദുനിയാവ് അനുഗ്രഹത്തിന്റെ വീടായിരുന്നു, കലർപ്പമില്ലാതെ മായൊന്നും ചേരാത്ത ശുദ്ധമായ അനുഗ്രഹമുള്ള വീടായിരുന്നുവെങ്കിൽ എന്നാ പിന്നെ ഈ ദുനിയാവ് തന്നെ സ്വർഗമായിരുന്നു.
വലം നഹ്തജ് ഇലൽ ഇന്തിഖാലി മിൻഹാ, സ്വർഗമാകുന്ന ഈ ദുനിയാവെന്ന് പിന്നെ മറ്റൊന്നിലേക്ക് നീങ്ങാൻ നമ്മൾ ആവശ്യമാകൂല. അപ്പൊ ഈ ദുനിയാവ് സ്വർഗമല്ല, സ്വർഗം മറ്റൊരു ലോകത്താണ്, അവിടേക്ക് നീങ്ങണം നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട. ഇതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ക്ഷമിച്ചത്. വകാന മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, അന്യായം പറയലിനെയും ഖേദം പറയലിനെയും വിഷമം പറയലിനെയും സൂക്ഷിച്ചോളൂ. നിശ്ചയമായിട്ടും എന്താന്ന് പറയുമ്പോ തഫറുഅദുവക, അത് നിങ്ങളെ ശത്രുവിനെ സന്തോഷിപ്പിക്കും. പിന്നെ ഹസ്സു സദീഖക, നിങ്ങളെ കൂട്ടുകാരനെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യും. അപ്പൊ ചെയ്യരുത്. കൂട്ടുകാർക്ക് ദുഃഖമുണ്ടാക്കുന്ന ശത്രുവിന് സന്തോഷം വരുത്തുന്നൊന്നും ചെയ്യണ്ട എന്ന്. വഅലം യാ അഖീ ദാലിക, ഈ പറഞ്ഞ കാര്യം നീ അറിയണം സഹോദര. വകുൻ സാബിറൻ തഅലമു, നീ നല്ല ക്ഷമയുള്ളവനായിക്കോ എന്നാൽ നിനക്ക് ഗനീമത്തെടുക്കാം, നീ നല്ല നിഅമത്തുള്ളവനായി മാറും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, മഹാന്മാരുടെ സ്വഭാവ ഗുണം കസറത്തു തസ്ലീമി ലി അംരില്ലാഹി തആല, അള്ളാന്റെ കൽപ്പന എന്താണോ അതിന് കീഴൊതുങ്ങുക, അത് അധികമാക്കും, നല്ലോണം കീഴൊതുങ്ങും എന്നർത്ഥം. വറിളാ ബി ഖളാഇ ഇൻദ ഫഖദി വലദിൻ ഔ അഖിൻ ഔ അഹദി മിനൽ അഹ്ലീന വൽ അഖാരിബി, കുടുംബക്കാര് വീട്ടുകാര് ഇവരിൽ ആരെങ്കിലും ഒരാളോ സഹോദരനോ പിതാവോ മക്കളോ ആരെങ്കിലും ഒരാൾ ഇല്ലാതെയാകുമ്പോൾ അതൊക്കെ അല്ലാഹു തആലയുടെ ഖളാ ആണെന്നുകൊണ്ട് അവർ തൃപ്തിപ്പെടും. ഈസാറല്ലി മുറാദില്ലാഹി അസ്സ വജല്ല അലാ മുറാദിഹിം, ഇവർക്കുള്ള ഉദ്ദേശം എന്താണോ അതിനേക്കാൾ അവർ തെരഞ്ഞെടുക്കുക അള്ളാന്റെ ഇറാദത്താണ്, അള്ളാന്റെ മുറാദാണ്. ആ മുറാദ് തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നോക്കൂ, വഖദ് മാത മറത്തൻ വലദുൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഒരു കുഞ്ഞു മരിക്കുകയുണ്ടായി. ഫഹസന അലൈഹി ഹസനൻ ഹുസനൻ സദീദ, അതിശക്തമായിരിക്കുന്ന ഒരു ദുഃഖം ആ കുട്ടി മരിച്ച കാരണം ദാവൂദ് നബിക്ക് ഉണ്ടായി. ഫഖീല ലഹു, അങ്ങനെ ഇരിക്കുമ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ചോദിക്കപ്പെടുകയുണ്ടായി, മാ കാന യഅദിലു ഇൻദക, നിങ്ങളടുക്കൽ ഏറ്റവും നല്ല കാര്യം എന്തായിരിക്കും, എന്താ നിങ്ങളടുക്കൽ നല്ലതാവുക എന്ന് ചോദിച്ചു. ഫഖാല, അങ്ങനെ ദാവൂദ് റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം പറയുന്നു, എന്ത്, മിൽഉൽ അർളി ദഹബൻ, മിൽഉൽ അർളി ദഹബൻ, സ്വർണത്തിനാൽ ഭൂമി നിറയെ ഉണ്ടെങ്കിൽ ഉംഫിഖുഹു ഫീ സബീലില്ലാഹി അസ്സ വജല്ല, അത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹു ഇലൈഹി, ദാവൂദ് നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുത്തു. എന്ത്, ലക മിനൽ അജ്രി മിസ്ലു ദാലിക, അതുപോലത്തെ കൂലി നിങ്ങൾക്ക് ഉണ്ടെന്ന് അല്ലാഹു വഹി അറിയിച്ച് സമാധാനമായി. വകാന ബക്റുൽ മുസ്നി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, എന്ത്, മൗത്തുൽ വാലിദി, പിതാവ് മരിക്കല്, മിൽക്കുൻ ഹാദിസുൻ, പുതിയൊരു അധികാരം കിട്ടും സമ്പത്തിൽ. മൗത്തുൽ അഖി, സഹോദരന്റെ മരണം, കസ്റു ജനാഹിൻ, ചിറക് ഒടിഞ്ഞു പോകലാണ്, ഇണതുണയില്ലാതെയാവും. മൗത്തുൽ വലദി, കുട്ടിന്റെ മരണം, സദഉൻ ബിൽ ഖൽബി ലാ യൻസജിറു, ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വിധം, മുൻജബിറാവാത്ത വിധം കൽബിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഒരു പടക്കലും ഒരു വിഷവുമാണ് മരണം കുട്ടിന്റെ. ഇങ്ങനെയാണ്. അപ്പൊ എന്തായിരിക്കും, ഇതാണ് ഇപ്പൊ മുസ്നി തങ്ങൾ പറയുന്നത്, ഇതാണ് രീതികൾ, അത് മനസ്സിലാക്കി ജീവിക്കുക എന്നർത്ഥം. പറയുന്നു, ഒരാളും തന്നെ അറിഞ്ഞിട്ടില്ല എന്ത്, അന്നീ മുഅ്ജറുൻ അലാ മൗതിഹി, അവൻ എന്താണ് മുഅ്ജറുൻ അലാ മൗതിഹി, അവൻ മരിച്ചതിന്റെ മേൽ എന്താണ് ഞാൻ അവന് കൂലി നൽകും, അഭയം നൽകുന്നുള്ളത് ഒരാളും അറിഞ്ഞിട്ടില്ല. ഇല്ല അഹ്ബബ്തു അൻ യമൂത, അവൻ മരിക്കണം എന്നുള്ളതായിരിക്കും എന്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇതായിരുന്നു. അപ്പോ മരിച്ചതിന്റെ പേരിൽ കൂലി നൽകുന്നവൻ ആരാണ്, ഞാനാണെന്ന് ഒരാളും അറിഞ്ഞിട്ടില്ല. എങ്ങനെയല്ലാതെ അവൻ മരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല എന്നായി.
വകാന ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹു തആല മൂപ്പര് പറയുന്നു ലാ വായിദത ഫിൽ ജസാഇ ബഅദൽ മൗത്ത്, മരണം കഴിഞ്ഞു ഇനി അതിന്റെ ശേഷം വരുമ്പോ പിന്നെ അതിൽ വിഷമം കാണിക്കുക, പൊറുതികേട് കാണിക്കുക യോജിച്ചതല്ല, അതിന് ഫായിദല്ല എന്നർത്ഥം. കാരണം അന്നഹു ഫായിത്തൻ, അതൊന്നും നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരിക, അപ്പൊ ഒരു കരയേണ്ട ആവശ്യമില്ലല്ലോ. വഖദ് കാന ഹാത്തമുൽ അസ്മ റഹിമഹുല്ലാഹു തആല യഖൂലുമാൻ പറയുന്നു ഇദാ റഅയ്തും സാഹിബൽ മുസീബത്തി എത്തിയതായ ഒരാൾ നിങ്ങൾ കണ്ടാൽ ഖദ് മസ്സഖ സിയാബഹു, അദ്ദേഹത്തിന്റെ വസ്ത്രം വലിച്ചു കീറി, വാദ്ഹറ ജസാ, വിഷമം കാണിച്ചു, ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഫലാ തഅസ്സൂഹു, നിങ്ങൾ അദ്ദേഹത്തെ നടത്തരുത്. കാരണം ഫഇന്നഹു സാഹിബു ഇസ്മിൻ, അദ്ദേഹം കുറ്റം പ്രവർത്തിച്ച മനുഷ്യനാണ്. അമൻ അസാഹു ഫഖദ് ശാറകു ബിൽ ഇസ്മി, ഇനി ആരെങ്കിലും അവനിലേക്ക് ചേർത്തി കൊടുത്താൽ അവന്റെ കുറ്റത്തിന്റെ കാര്യത്തിലും ഇവർ അവരവർക്ക് മുറായി, പങ്കുകാരാ എന്ന് പറയേണ്ടി വരും. വൈന്നമൽ വാജിബു, നിശ്ചയമാണ് നിർബന്ധമായത്, നഹിയു അന്താരിക്ക, അതിനെ തൊട്ടക്കെന്താ തടയുക എന്നുള്ളതാണ് നിർബന്ധം. വകാന അബൂ സഈദുൽ ബൽഖാ റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നു മൻ ഉസിബ ബിമുസീബത്തിൻ, ഒരാൾക്കൊരു മുസീബത്ത് എത്തി, ഫമസ്സഖ സൗബൻ, വസ്ത്രം അവൻ കീറിപ്പറിച്ചു, ഔ ദറബ ഖദ്ദൻ, അല്ലെങ്കിൽ കവളത്തനടിച്ചു, എന്നാൽ വകഅന്നമാ അഖദ റുംഹൻ, ഒരു കുന്തം നാട്ടി പിടിച്ചവനെ പോലെയായി ഇവൻ, യുഖാതിൽ ബി റബ്ബഹു അസ്സ വജല്ല, എന്ത് കുന്തം? ആ കുന്തെടുത്തിട്ട് അവന്റെ തൃട്ടാവായ അള്ളാഹുടെ യുദ്ധം ചെയ്യാനുള്ള നിലയിലാണ് നൃത്തം. ആ മുസീബത്ത് എത്തിയാൽ വസ്ത്രം വലിച്ചു കീറലല്ല, അല്ലെ കവളത്തടിക്കല്ല, പിന്നെന്ത് വേണം? ഇന്നാലില്ലാഹി ഫഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ടെന്ത് വേണം? ക്ഷമിച്ചു നിൽക്കണം. വകാന അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു എന്ത്? മൻ ഉസീബ ബിമുസീബത്തിൻ, വല്ല മുസീബത്ത് കൊണ്ടും ഒരാൾക്ക് വിപത്തകപ്പെട്ട് കഴിഞ്ഞാൽ ഫൽയഫ്അൽ ബിൽ യൗമിൽ അവ്വലി, എന്നാൽ ആദ്യത്തെ ദിനത്തിൽ അവൻ പ്രവർത്തിക്കട്ടെ, മാ യഫ്അലുഹു ബിൽ യൗമിൽ ഖാമിസ്, അഞ്ചാമത്തെ ദിനത്തിൽ അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ അവൻ ചെയ്തു കൊള്ളട്ടെ. യഅനി, എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, വൈരുതാലിക്ക, തിന്നുക കുടിക്കുക അതല്ലാത്ത മറ്റു പല കാര്യങ്ങളുണ്ടാകും, അതൊക്കെ ചെയ്തോട്ടെ. ഹദീസിൽ കാണാം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ വിധങ്ങൾ പറയുന്നു, മിൻ സഅദത്തിൽ അബ്ദി റിളാഹു ബിഖളാഇല്ലാഹി തആല, ഒരടിമയുടെ വിജയത്തിൽപ്പെട്ടതാണ് എന്തെന്നറിയാമോ? അല്ലാഹു വിധിച്ചത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതാണ്. വകാന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, അവ്വലു ഷൈഇൻ കതബഹുല്ലാഹു ലൗഹിൽ മഹ്ഫൂദ്, ലൗഹിൽ മഹ്ഫൂദിൽ ആദ്യമായി അല്ലാഹു തആല എഴുതി വെച്ചതും നിശ്ചയിച്ചതുമാവുന്ന കാര്യം എന്താ? ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന മുഹമ്മദുർ റസൂലി, ഇതാണ്. ഞാൻ മാത്രമേ ഇലാഹുള്ളൂ, വേറെ ഒരാളും ഇലാഹില്ല. പിന്നെന്താ? മുഹമ്മദ് നബി റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. മല്ലം യസ്തസ്ലിം ലിഖളാഹി, അപ്പോ എന്റെ ഖളാഇന് ആരും ഭയപ്പെടുന്നില്ല, അനുസരിക്കുന്നില്ല എങ്കിൽ, വലം യസ്ബിർ അലാ ബലായി, ഞാനിട്ട് തരുന്ന ബുദ്ധിമുട്ടിന് മേലും ക്ഷമിക്കുന്നില്ല എങ്കിൽ, വലം യസ്ബിർ നിഅമായി, എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താവനാണെങ്കിൽ, ഫല്യത്തഖിദഹു റബ്ബൻ സിവായ, ഞാൻ ഒഴിച്ച് ബാക്കി ഏതെങ്കിലും റബ്ബിനെ അവൻ ഉണ്ടാക്കി വെച്ചോട്ടെ. വമനിസ്തസ്ലമ ലിഖളാഹി, എന്റെ വിധിക്കാരെങ്കിലും വഴങ്ങിയാൽ, വസബറ അലാ ബലായി, എന്റെ മുസീബത്തിന്റെ മേൽ സഹനം ഉണ്ടാവുകയും ചെയ്താൽ, വശകറ നിഅമായി, അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്താൽ എന്തുണ്ടാവുന്നറിയാമോ? കതബ്തു, ഞാൻ അവനെ എഴുതി വെച്ചു, സിദ്ദീഖൻ, സിദ്ദീഖായിട്ട് എഴുതി വെച്ചു. വബഅസ്തു, ഞാൻ അതിനെ പറഞ്ഞയക്കും, സിദ്ദീഖീൻ, സിദ്ദീഖുകളെ കൂടെ ഞാൻ പറഞ്ഞയക്കും ചെയ്യും. ഇതാണ് സ്ഥാനം.